ഉയർന്ന ജാതിയിൽപ്പെട്ട സുമതി എന്ന പെൺകുട്ടി താഴ്ന്ന ജാതിയിലുള്ള ഹരി എന്ന പയ്യനെ പ്രണയിച്ച് ഒളിച്ചോടി പോകുന്നു. അതോടുകൂടി വീട്ടുകാരുടെ ശത്രുവായി അവൾ മാറിയെങ്കിലും ഹരിയും സുമതിയും നല്ല വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു. അങ്ങനെയിരിക്കെ മകൾ ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞ സുമതിയുടെ അച്ഛൻ അവളെ കാണാനായി അവളുടെ വീട്ടിലേക്ക് വരികയും വളകാപ്പ് ചടങ്ങ് നടത്തുന്നതിനായി വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരി അച്ഛന് കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതും താഴ്ന്ന ജാതിക്കാരന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാനുള്ള മടി കൊണ്ട് വെള്ളം ടേബിളിൽ വെക്കാനായി ആവശ്യപ്പെട്ടു. അവളുടെ വീടും ചുറ്റുപാടും ഒക്കെ കണ്ടതുകൊണ്ട് തന്നെ ഹരി അവളെ നന്നായി നോക്കുന്നുണ്ടെന്ന് അച്ഛന് മനസ്സിലായി. അവൾ കാർ ഓടിക്കുന്നു, യോഗ ക്ലാസ്സിന് പോകുന്നു. അവൾക്ക് കിട്ടിയ നല്ല ലൈഫിൽ അച്ഛന് സന്തോഷം തോന്നുകയും അവളുടെ ജീവിതത്തിൽ ശല്യമൊന്നും ഉണ്ടാക്കാതെ നാട്ടിലേക്ക് പോവാനായി തീരുമാനിച്ചു. എന്നാൽ അച്ഛന്റെ കൂടെ സുമതി നാട്ടിലേക്ക് പോവുകയും അമ്മയൊഴിച്ച് ബാക്കി എല്ലാവരും അവളോട് വളരെ ദേഷ്യത്തിൽ തന്നെ പെരുമാറി. വളകാപ്പിന്റെ തലേദിവസം രാത്രി കുടുംബക്കാരോടൊക്കെ പിറ്റേ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി മണ്ഡപത്തിൽ പോവാനായി പറയുകയും ഒരു പാത്രം വെള്ളത്തിൽ വിഷം ചേർത്ത് സുമതിക്ക് കുടിക്കാനായി കൊടുക്കുകയും ചെയ്തു. വെള്ളവും കുടിച്ച് സുമതി ഉറങ്ങാനായി കിടന്നു. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം സുമതിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാനായി തുടങ്ങി. വോമിറ്റ് ചെയ്യുന്നു, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അവളുടെ ശബ്ദം കേട്ട് അമ്മ റൂമിലേക്ക് ഓടിപ്പോയി നോക്കിയപ്പോൾ മകളുടെ അവസ്ഥ കണ്ട് അച്ഛനോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ശരിയാകുമെന്ന് അച്ഛനും മറുപടി പറഞ്ഞു. അതേ നേരത്ത് തന്നെ ഹരിയുടെ ഫോൺ കോൾ വരികയും സുമതി സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് കാര്യം ചോദിച്ചപ്പോൾ അവളുടെ അച്ഛൻ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതേ നേരം രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയ സുമതിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാനായി അമ്മ പുറത്തേക്ക് ഓടിയതും എങ്ങോട്ടാടി ഓടുന്നേ, മക്കളെ മര്യാദക്ക് വളർത്തണം എന്നും പറഞ്ഞ് അച്ഛൻ ആ അമ്മയെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. അത് കണ്ട് പേടിച്ച് കാര്യം മനസ്സിലായി സുമതി ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും അച്ഛൻ അവളെ വലിച്ചഴിച്ച് മറ്റൊരു റൂമിൽ പൂട്ടിയിട്ടു. ഉറക്കെ അലറി കരഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. അവൾ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ഒരു തിണ്ണയിൽ വന്നിരുന്ന് വീടിന് കാവലായി നിന്ന ചിറ്റപ്പനോട് പോയിക്കൊള്ളാനായി പറഞ്ഞു. മകൾ മരിച്ചതിൽ സങ്കടമുണ്ടെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ അഭിമാനം രക്ഷിച്ചതിൽ അയാൾക്ക് വളരെ സന്തോഷം തോന്നി. എന്നാൽ പിറ്റേ ദിവസം സുമതി അന്വേഷിച്ച് ഹരി അവരുടെ വീട്ടിലേക്ക് എത്തുകയും സുമതി മരിച്ചിരിക്കുന്ന കാഴ്ച കണ്ട് ഇതൊക്കെ ചെയ്തത് അവളുടെ അച്ഛനാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ അയാളെ നല്ലപോലെ ഇടിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ മകളെ കൊന്നതിന് പ്രത്യേക തെളിവുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അയാളെ കോടതി വെറുതെ വിട്ടു.